ശരി, എന്തായിരിക്കും രാജ്യത്തെ എൻ സ്ഥിതി ശ്രീകുമാർ, എന്തായിരിക്കും? ഇപ്പോൾ അത് സഭകളുടെ നിലപാടിനെ അറിയാവുന്നതുകൊണ്ടാണല്ലോ എങ്ങനെയാണ് കാണുന്നത്? കുറച്ചുകൂടെ ക്രൈസ്തവ പക്വതയുള്ള നയതന്ത്രത്തിന് കിട്ടുന്ന വിവരമുള്ള ഒരു ആളുകൾ അങ്ങനെ തീരുമാനം എടുക്കുന്നത്. അംഗീകാരമായിട്ട് താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ, ശ്രീ എൻ ശ്രീകുമാർ? ചോദ്യം കേട്ടില്ല. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടും നരേന്ദ്രമോദിയോടുമൊന്നും ഒരു എതിർപ്പുമില്ല, പക്ഷേ ഈ വടക്കേ ഇന്ത്യയിലെ അക്രമ സംഭവങ്ങൾ തടയുന്നതിന് ഇടപെടണം. ഇക്കാര്യം കേരള ബി ജെ പിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ സമദൂര നിലപാടാണ് ഇത്തവണയും ഉള്ളത്, അതിൽ മാറ്റമില്ല. പക്ഷേ സമദൂരത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല ബി ജെ പിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ക്രൈസ്തവ നയതന്ത്രത്തിനുള്ള ഒരു അംഗീകാരമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ, അതൊരു തടസ്സമാണോ ഇത്? അല്ല, നോക്കൂ മഞ്ജുഷേ, ഞാൻ ആ മഞ്ജുഷിന്റെ ഇന്റർവ്യൂ കണ്ടു. അതിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്വതന്ത്ര ചിന്തയുള്ള ഒരു മതമേലധ്യക്ഷൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെയോ കേരളം ഭരിക്കുന്ന എൽ ഡി എഫിനെയോ ഒരുപാട് കാലം ഇന്ത്യ ഭരിച്ച, ഒരുപക്ഷെ അടുത്ത തവണ കേരളം ഭരിക്കുമെന്ന് കരുതുന്ന യു ഡി എഫിനെയോ അദ്ദേഹം കുറ്റം പറഞ്ഞില്ല. പക്ഷേ ഈ ഓർത്തഡോക്സ് സഭയെ കുറിച്ച് പറയുമ്പോഴേ ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുതല് ഓർത്തഡോക്സ് സഭയുടെ ചില ചിന്തകൾ ഉണ്ടായിരുന്നു കേരളത്തില്. അവർ എൽ ഡി എഫിനോട് അനുകൂലമായിട്ട് നിൽക്കുകയായിരുന്നു. ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി ചർച്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അത് അന്ന് എൽ ഡി എഫ് ജയിക്കുകയും ചെയ്തു, സജി ചെറിയാൻ ജയിക്കുകയും ചെയ്തു. അപ്പൊ യു ഡി എഫിന് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തില് ഓർത്തഡോക്സ് സഭ പല ഘട്ടങ്ങളിൽ എടുത്ത നിലപാട് യു ഡി എഫിന് പ്രോത്സാഹനമായിട്ടുള്ള ഘട്ടം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭാ അംഗമായിട്ട് പോലും ഉമ്മൻചാണ്ടി സഭയ്ക്ക് വേണ്ടി ഒന്നും ഇടപെടുന്നില്ല എന്നുള്ള ഒരു പരിഭവമൊക്കെ അവർ പങ്കുവച്ചിരുന്നു. പക്ഷെ കാലം മാറിയപ്പോൾ ഇപ്പൊ കേന്ദ്രം ബി ജെ പി ഭരിച്ചപ്പോൾ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് സഭയ്ക്ക് ഇങ്ങനെ ആരോടും പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സമദൂരമാണ്. പക്ഷേ ദേശീയ തലത്തിൽ സഭയ്ക്കെതിരെ നടക്കുന്ന, എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ വേണ്ട രീതിയിൽ അതിനെ അപലപിക്കാൻ ബി ജെ പിയുടെ സംഘപരിവാർ നേതൃത്വം ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മൾ നിരന്തരമായിട്ട് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ കാണിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സംഘപരിവാരത്തെ എല്ലാ കക്ഷികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അവർ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ വേണ്ടത്ര പ്രതികരണം ഉണ്ടാകുന്നില്ല. എന്നാലും സഭയുടെ നിലപാട് ഞങ്ങൾക്ക് എല്ലാവരും തുല്യരാണെന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യമുള്ളത്, രാഷ്ട്രീയ സാഹചര്യ സഭ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഏത് സഭയുടെ അധ്യക്ഷന്മാരായാലും ഏത് സമുദായ സംഘടനയുടെ അധ്യക്ഷന്മാരായാലും അവർ പറയുന്ന പോലെ അല്ല അവരുടെ അണികളെ വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ കത്തോലിക്ക സഭയുടെ നേതൃത്വവും അൽമായരും അത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. കാരണം സഭാ നേതൃത്വത്തിന് ഒരുപാട് താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. താല്പര്യങ്ങൾ എന്ന് വെച്ചാൽ ഏത് രീതിയിലുള്ള താല്പര്യങ്ങൾ എന്നുള്ളതല്ല. അതായത് സഭാ നേതൃത്വം എന്ന് പറയുമ്പോൾ അവർ ഒരു സഭയെ ഭരിക്കുന്നവരാണ്. അപ്പൊ ഭരിക്കുന്നവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും അതുപോലെ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതേപോലെ അൽമായർ ചിന്തിക്കണമെന്നില്ല. അൽമായരെ സംബന്ധിച്ചിടത്തോളം, അതായത് വിശ്വാസികളെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എൻ എസ് എസിന്റെ കാര്യം എസ് എൻ ഡി പിയുടെ കാര്യം തന്നെയാ. ഇപ്പൊ എൻ എസ് എസ് എൻ ഡി പി ഐക്യെന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ വല്ലാത്ത എന്തോ ഒന്ന് എൽ ഡി എഫിന് അനുകൂലമായി വരുന്നു എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ ഈ 1.5-2 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ രണ്ട് സമുദായ സംഘടനകളും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചവരല്ല. അത് മാത്രമല്ല യു ഡി എഫിന് അനുകൂലമല്ല എന്ന് തോന്നിപ്പിക്കുന്ന നിലപാടെടുത്തവരാണ് എൻ എസ് എസ് അടക്കം. അയ്യപ്പ സംഗമം നടത്തിയപ്പോഴും ശബരിമല വിഷയത്തിലൊക്കെ. പഴയ എൻ എസ് എസ് അങ്ങനെ അല്ലല്ലോ. പഴയ കാലത്താണെങ്കിൽ എൻ എസ് എസ് ശബരിമല ഈ വിഷയത്തില് ശക്തമായിട്ട് എൽ ഡി എഫിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ, അത് പ്രതികരിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് യു ഡി എഫ് വലിയ ഭൂരിപക്ഷം, എന്ന് വെച്ചാൽ ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് എത്തിയത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വി ഡി സതീശനെതിരാണ് ഈ നായർ ഈഴവ ഐക്യം ഞാൻ പറയില്ല, എസ് എൻ ഡി പി യോഗ നേതൃത്വവും എൻ എസ് എഫ് നേതൃത്വവും തമ്മിലുള്ള ഐക്യം വി ഡി സതീശനെതിരാണ് എന്നൊരു ചിന്ത വന്നപ്പോഴ് പൊതുസമൂഹത്തിൽ വലിയ ഒരു പിന്തുണ സതീശനെ തേടിയെത്തി. അപ്പൊ എൻ എസ് എസ് അവരുടെ നിലപാടിനെ കുറിച്ചൊരു വിശദീകരണം നൽകി. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയാണെങ്കിലും യാക്കോബായ സഭയാണെങ്കിലും അതുപോലെ കത്തോലിക്ക സഭയാണെങ്കിലും ലത്തീൻ സഭയാണെങ്കിലും അവരൊക്കെ അവരുടേതായ ചില ആവശ്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ കാലാകാലങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തല്ലേ മുനമ്പം സമരരംഗത്ത് പ്രസംഗിച്ച മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലച്ചൻ എന്താ പറഞ്ഞത്, റാഫേൽ തട്ടിൽ, അദ്ദേഹം പറഞ്ഞത് പരമ്പരാഗത ചിഹ്നത്തിൽ നിന്ന് മാറി ഞങ്ങൾ വോട്ട് ചെയ്യാൻ മടിയില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് ശ്രീ ഷാബു പ്രസാദിന്റെ സുഹൃത്തായ പാർട്ടിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി നേരെ മുനമ്പത്തോടിയെത്തി, നമ്മൾ കണ്ടതാണ്.
പക്ഷെ അവിടെ UDF സ്ഥാനാർത്ഥി 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണ് കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സഭാ നേതൃത്വം പഴയ പോലെ സഭാ നേതൃത്വം പറഞ്ഞ അതേപോലെ ഉൾക്കൊള്ളാൻ വോട്ടർമാർ, അവരുടെ വോട്ടർമാരോ അണികളോ വിശ്വാസികളോ തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. ഇവിടെ കേന്ദ്ര BJP തന്നെ നിങ്ങൾക്കറിയാം, അതായത് ഒരു ഘട്ടത്തില് ശ്രീ PS ശ്രീധരൻപിള്ള അദ്ദേഹം ഗവർണറായിരിക്കുന്ന സമയത്ത് പോലും ഓർത്തഡോക്സ് സഭയുമായി ചർച്ച നടത്തി, വലിയ ചർച്ച നടത്തിയത് വലിയ വാർത്തയായിരുന്നല്ലോ ഒരു 5-6 വർഷം മുമ്പ്. അപ്പൊ ഓർത്തഡോക്സ് സഭാ നേതൃത്വമായിട്ട് BJP നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. കത്തോലിക്ക സഭാ നേതൃത്വമായി ചർച്ച നടത്തിയതിന്റെ പ്രതിഫലനമാണ് മാർ പാംപ്ലാനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ക്രിസ്തുമസ് കേക്കുമായി ചെന്നതും ന്യൂ ഇയർ ആശംസ നൽകിയതുമൊക്കെ. പക്ഷെ പിന്നീട് അത് വേണ്ട പോലെ അവർ തുടരുന്നതായിട്ട് കണ്ടില്ല. അപ്പൊ അതിലൊരു രാഷ്ട്രീയ ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. ആ ഉദ്ദേശം വേണ്ട പോലെ ഫലിക്കാതിരുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവും. കാരണം അതായത് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറുവാനുള്ള ശ്രമം. ശ്രീ പ്രകാശ് പി തോമസ്, അതാണല്ലോ യഥാർത്ഥത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.